നമ്മുടെ നമ്മുടെ ഏകജാല കേന്ദ്രയുടെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എന്ത് തുടങ്ങും എന്നുള്ളതിന്റെ വലിയൊരു കൺഫ്യൂഷനാണ് നമ്മുടെ കേരളത്തിലുള്ള ജനതകൾക്ക്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം 5000-ഓളം ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ അവർക്കൊരു സ്ഥിര വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് ആണ് നമ്മൾ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല അടുത്ത സ്റ്റേറ്റുകളിലേക്കൊക്കെ നമ്മൾ വ്യാപിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് നമ്മൾ നടത്തുന്നത് കേരളത്തിലാണ്. ഓക്കെ. അപ്പം ഈ 5065 എന്ന് പറയുന്നതിന്റെ ഒരു നമ്പർ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പിൻകോഡ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പോസ്റ്റ് കോഡ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പൊ നമുക്കൊരു യുണീക്ക് ഐ ഡി ഫോർമേഷൻ ആണ് 5065 എന്ന് പറയുന്ന യുണീക്ക് ഐ ഡി ഫോർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതൊരു കോഴ്സ് ആയിട്ടല്ല നടത്തുന്നത്, ഇതൊരു ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നടക്കുന്നത്. എഡ്യൂക്കേഷൻ സർവീസ് സെന്റേഴ്സ് കേരളത്തിൽ ജനകീയമായിട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി വുമൺസ് ഓൺടർപ്രണേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൽ വരുന്നത് ഏകദേശം 4000-ഓളം കൗൺസിലേഴ്സും ഏകദേശം ഒരു 1000-ഓളം വളരെ കുറവ് സെന്റേഴ്സും ആയിരിക്കും വരുന്നുണ്ട്. അത് സെന്റേഴ്സിന് ലിമിറ്റഡ് ആയിട്ടുള്ള ചാൻസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ട് 4000 പ്ലസ് 1000 എന്ന് പറഞ്ഞാൽ പ്രൈം ലൊക്കേഷനുകളിൽ മാത്രമാണ് സെന്റേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം 5065 നമ്പർ ആണ് നമ്മുടെ കേരളത്തിലുള്ള ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ ഈ ഒരു 5065 ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് എവിടെ പോയാലും ആളുകളുണ്ട്. ഓക്കെ. അപ്പൊ ഈ 5000 ആളുകളാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 250 മെമ്പേഴ്സ് കഴിഞ്ഞു. നമ്മൾ ഇനി 5000-ലേക്ക് കുറച്ച് ദൂരമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ മെയിൻ ടോപ്പിക്, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കീ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഏകജാല കേന്ദ്ര പ്രൊജക്ട് വരുന്നതിന്റെ ആവശ്യകത എന്താണ്, എന്തിനാണ് ഏകജാല കേന്ദ്രങ്ങൾ, എന്തിനാണ് എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലേഴ്സ് സംരംഭം തുടങ്ങുന്നത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ഒരു കരിയർ ഡോക്ടർ ആയിട്ട് മാറാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് IT റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, ഏകജാല കേന്ദ്രം തരുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ കൗൺസിലർ ആവുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബിസിനസ് കോച്ചുമായി ബന്ധപ്പെട്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു സാലറി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ ഡിസ്കഷനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 5 ടോപ്പിക്സിലൂടെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ ടോപ്പിക്സും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണെന്നുള്ളത്. ഓക്കെ. പലർക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ പലർക്കും ഒരു സംരംഭം തുടങ്ങി, ഈ സംരംഭം എന്താണ് എന്നുള്ളത് പറയാൻ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സംരംഭമാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് അക്ഷയ കേന്ദ്രം പോലെയാണോ, അല്ലെങ്കിൽ ഇത് ജനസേവന കേന്ദ്രം പോലെയാണോ എന്നുള്ള ഡൗട്ട്സുകളെല്ലാം പല ആളുകളിലും ഉണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ. ഞാൻ മെയിൻ പോയിന്റിലേക്ക് കിടക്കാം നമുക്ക്. ഓക്കെ. അപ്പം എന്തുകൊണ്ട് ഏകജാല കേന്ദ്രം, എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലർ, എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ എന്തുകൊണ്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, എന്തുകൊണ്ട് ഒരു ഓഫീസ് സെറ്റപ്പോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഡിസ്കഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെടേണ്ടത് എന്നുള്ളതിന്റെ ഒരു ആവശ്യകതയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾക്ക് ഏകദേശം നമ്മളൊരു ബിസിനസ് ആശയം വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് മാർക്കറ്റിൽ എന്തൊരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്തും അതിന്റെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും. ഓക്കെ. എന്തിനാണ് ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നത് വെച്ചാൽ, ഏതൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സർവേകൾ നടത്താറുണ്ട്. ഈ ബിസിനസ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ് ആണോ, അല്ലെങ്കിൽ ഇത് വിജയിക്കാൻ എത്രത്തോളം ആളുകളിലേക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഓരോ ബിസിനസ് ആശയവും മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിനൊരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന അപ്ഡേഷൻസ്, അതായത് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? പഴയ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേര് മെസ്സേജ് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാവരും വാട്സപ്പിലേക്ക് മാറി.
ടെക്നോളജി അപ്ഡേഷൻ വന്നു. ഇതൊരാളുടെ തലയിൽ ഉദിച്ച ആശയമാണ് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടുവരികയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത് അല്ലെ. ഒരു ബിസിനസ് ആശയം ഡെവലപ്പ് ചെയ്യുന്ന മാർക്കറ്റിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർവേ ചെയ്തിട്ടായിരിക്കും ഒരു ബിസിനസ് എന്ന് പറയുന്ന ആശയം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഏകജാല കേന്ദ്രയും എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലേഴ്സും വരാനുള്ള മാർക്കറ്റ് സ്റ്റഡി എന്താണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നിരവധി ഏകജാല കേന്ദ്ര എന്ന് പറയുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിരവധി സർവേകൾ കമ്പനി നടത്തിയിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡ് തൊട്ട് PG വരെ പഠിക്കുന്ന കുട്ടികളിൽ കൃത്യമായിട്ടുള്ള സർവേകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കമ്പനി. കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നിരവധി സർവേകൾ നടത്തുമ്പോഴും നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഡോക്യുമെന്റഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. 8th 9th 10th 11th +1 +2 ഡിഗ്രി PG ദെൻ വർക്കിംഗ് പ്രൊഫഷണൽ, ഇങ്ങനെയുള്ള എല്ലാവരിലും നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു 90% ആളുകളിലും ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കരിയർ പാത്തിലൂടെയല്ല ആരും ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഒരു മെന്റർഷിപ്പ് കിട്ടാത്തതിന്റെ വലിയൊരു പ്രശ്നം എല്ലാവരിലും അനുഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പം അങ്ങനെ വന്നപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ മക്കൾക്കെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് കിട്ടണം, ഇതെങ്ങനെ ലഭ്യമാവും, ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് ആലോചിച്ച സമയത്ത് നിരവധി എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലേഴ്സ് മാർക്കറ്റിലുണ്ട്, നിരവധി അഡ്മിഷൻ സെന്റേഴ്സ് മാർക്കറ്റിലുണ്ട്. പക്ഷെ ഇവരൊന്നും അറിയുന്നില്ല ആളുകൾ. ഓക്കെ, നമുക്കറിയുന്ന എത്ര കരിയർ കൗൺസിലേഴ്സും നമ്മുടെ വീടിന്റെ അവിടെ നമുക്കറിയാം, അല്ലെങ്കിൽ എത്ര എഡ്യൂക്കേഷനുമായി സർവീസുകൾ കൊടുക്കുന്ന ആളുകളെ നമുക്കറിയാം. അത് ചെയ്യുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ടെങ്കിലും ജനകീയമായിട്ടൊരു ഒരു സംവിധാനം ഇതിനു വേണ്ടി കൊടുത്തിട്ടില്ല. ആ ഒരു സംവിധാനമാണ് നമ്മൾ ഏകജാല കേന്ദ്രത്തിലൂടെ നിലവിലുള്ള 5065 കൗൺസിലേഴ്സ് വരുന്നതിലൂടെ നിയമപരമായി ബോർഡ് വെച്ചുകൊണ്ട് ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ് എല്ലാം ബോർഡ് വെക്കുന്ന പോലെ നിങ്ങളെ അവിടെ സ്ഥാപിക്കുന്നതിലൂടെ ജനകീയമായിട്ടുള്ള പ്രൊജക്ടിന്റെ ഒരു സംവിധാനം ഞങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. എന്തുകൊണ്ട് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുക. കൃത്യമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ 90% ആളുകളിലേക്കും നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 10% ആളുകൾ വിട്ടോ 10% ആളുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അവർക്ക് നമ്മൾ ആവശ്യമില്ല. ഒരു പ്രീമിയം ആളുകളാണെങ്കിൽ നമ്മൾ വേണ്ട. പക്ഷെ 90% ആളുകൾക്ക് നമ്മൾ ആവശ്യമുണ്ട്. പക്ഷെ ഇതെന്താണ്, ഇതൊരു പുതിയൊരു പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് അറിയപ്പെടാനും അതിലേക്ക് എത്താനുമുള്ള ഒരു സമയം നമുക്ക് വേണം. അത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെല്ലാം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഗവൺമെന്റ് ലെവലിലെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് വേണം. ഓക്കെ, ഈ പ്രൊജക്ടിന് വേണ്ട സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഗവൺമെന്റ് ലെവൽ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റേർഡ് ആണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഫാമിലിയുടെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾ നാളെ ആധികാരികമായിട്ട് ഇതൊക്കെ പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിങ്ങൾ രജിസ്റ്റേർഡ് ആണ് എന്ന് നിങ്ങൾ നാളെ ഒരാളോട് പറയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സെക്കൻഡ് വരുന്നത് കേരള ഗവൺമെന്റിന്റെ സ്റ്റാർട്ട് ഓഫ് മിഷനിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണ്. പിന്നെ വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആണ്. പിന്നെ വരുന്ന ISO 9001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. പിന്നെ മിനിസ്ട്രി ഓഫ് MSME, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് MSME രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റേതായിട്ടുള്ള എല്ലാ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസുകളോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ ഇത് പറയാനുള്ള ഒരു റീസണും കൂടി ഉണ്ട്. ഇന്ന് നമ്മളൊരു കോള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കേൾക്കുന്നത് സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ വരുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം നമ്മളും ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് കണ്ടത്. അപ്പം ഇതിന്റെ ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ടെൻഷൻ അടിക്കും. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഗവൺമെന്റ് ലൈസൻസുകളെല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് നാളെ നമ്മുടെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വളരെയധികം ആധികാരികതയോടുകൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ അതോറിറ്റിയായി നമ്മുടെ പാരന്റ് കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. കാരണം നിങ്ങൾ ഒരു കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു സെന്റർ ആയിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾ ഏകജാല കേന്ദ്രയിലെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുമ്പോഴേ ഇത് പറയാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഈ 3 സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇത് പറയരുത്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിങ്ങളുടെയും കൂടി പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ബാക്ക് എൻഡിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാക്ക് എൻഡ് സപ്പോർട്ടുള്ള ആളുകളുണ്ട്. സൈക്കോളജി പാനൽ ഉണ്ട്, കരിയർ കോച്ചുകളുടെ പാനൽ ഉണ്ട്, പിന്നെ ലീഗൽ പാനൽ ഉണ്ട്. ഹൈക്കോർട്ട് വക്കീൽ തൊട്ട് എല്ലാവരും നമ്മുടെ ബാക്ക് എൻഡ് പാനലിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും അടിക്കാതെ എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളെ ബാക്ക് എൻഡിൽ വരുന്ന കരിയർ കോച്ചിന്റെ പാനൽ ഉണ്ട്. കരിയർ കോച്ചിന്റെ പാനലിലെ നേതൃത്വം വഹിക്കുന്ന ജോബിൻ സാറാണ്. ഇതാണ് നിങ്ങളുടെ കരിയർ കോച്ച് എന്ന് പറയുന്ന നിങ്ങളുടെ ബാക്ക് എൻഡിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജോബിൻ സാർ. ഓക്കെ, ജോബിൻ സാറിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 15 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറാണ് ജോബിൻ സാർ. അപ്പം നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും 24/7 നമ്മൾ അവൈലബിൾ ആണ്. സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കും. പോലെ ബാക്ക് എൻഡിൽ പിന്നെ വരുന്നത് നമ്മുടെ ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതിന്റെ ലോഗോ പ്രകാശനം ചെയ്തിരുന്നത് ഇന്നസെന്റ് സാർ ആയിരുന്നു. മാരിറ്റിൽ വെച്ചിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ലാസ്റ്റ് നടന്ന ഒരു പ്രോഗ്രാം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വെച്ച് നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. നമ്മുടെ ഏകദേശം ഒരു 200 മെമ്പേഴ്സിലേക്ക് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മുടെ കൗൺസിലേഴ്സിനെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ്. നമ്മുടെ പ്രൊജക്ടിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത ആളുകളെല്ലാം തന്നെ നമ്മളുടെ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആദരിക്കുകയുണ്ടായി. അപ്പം അത് കേരള ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് മിഷനിലായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതിന്റെ യൂട്യൂബിലാണ് അതിന്റെ വീഡിയോ ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കാണണം. ഓക്കെ, അതിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ഇതെല്ലാം അന്ന് നടന്ന പ്രോഗ്രാമിന്റെ ജസ്റ്റ് സ്റ്റിൽസ് ആണ്. ഒരുപാട് ആളുകൾ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ചെയ്തിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം മിനിസ്റ്റർ പോലെയുള്ള ആളുകൾ ഇപ്പോഴത്തെ പ്രോഗ്രാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു ഇങ്ങനത്തെ, അതായത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിലുള്ള ആളുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൈവറ്റ് തലത്തിൽ വരുന്ന ഒരു പ്രോഗ്രാമിലേക്കും അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്കും ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് കേൾക്കുകയും ഒരു ഇനീഷ്യൽ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് ബേസ്ഡ് പ്രൊജക്ട് ആയതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഒരു എന്താ പറയാ ഉദ്ദേശലക്ഷ്യവും ഉദ്ദേശശുദ്ധിയും മനസ്സിലാക്കിക്കൊണ്ട് ആൾക്ക് നമ്മുടെ പ്രൊജക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് സാറ് ആൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വരികയും ചെയ്തത്. നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു സാർ വന്നത്. വളരെ തിരക്കായിരുന്നു, എന്നാലും ആ സാർ പ്രോഗ്രാമിന്റെ ടൈമിൽ എത്തി. കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും സാർ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് 2 മിനിറ്റ് പറഞ്ഞ് സാർ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു. അങ്ങനെ വളരെയധികം ഹാപ്പി ആയിരുന്നു അന്നത്തെ പ്രോഗ്രാമിൽ. ഓക്കെ, അപ്പം നമ്മളെ പോലെയുള്ള ഇപ്പൊ നിങ്ങളെ പോലെയുള്ള കൗൺസിലേഴ്സ് ആയിട്ട് കൗൺസിലർ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് അന്നത്തെ വേദിയിൽ നമ്മൾ ഒരു അംഗീകാര പത്രം നൽകുകയുണ്ടായി, ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ, ഇനിയും അങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു സ്റ്റില്ലാണ്. ഔദ്യോഗികമായിട്ട് നമ്മൾ അന്നൊരു ഏകജാല കേന്ദ്രയുടെ ഒരു ട്രെയിനിങ് ബുക്ക്, അതായത് എഡ്യൂക്കേഷൻ കൗൺസിലർ ബുക്ക് നമ്മൾ അന്ന് ലോഞ്ച് ചെയ്യുകയുണ്ടായി ജോബിൻ സാറിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആ ബുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇതൊക്കെ അടങ്ങുന്ന ആളുകളാണ്. പിന്നെ അന്ന് വരാതിരുന്നത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറാണ്. സാറ് നമ്മുടെ പ്രൊജക്റ്റിൽ ബാക്ക് എൻഡിൽ ഉണ്ട്, IPS ഓഫീസറാണ്. അപ്പോൾ സാറിന് അന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ആളുടെ ഓൺലൈൻ ആശംസകൾ ഉണ്ടായിരുന്നു അന്നത്തെ ടൈമിൽ. ഓക്കെ, നമ്മുടെ ഒരു കമ്പനി, അതായത് നമ്മുടെ ഒരു കമ്പനിയാണ്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ബാക്ക് എൻഡ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയ ആളുകളല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഫാമിലിയുടെ ആളുകളാവുമ്പോൾ നിങ്ങളും ചെറിയ ആളുകളല്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ടായിട്ട് വരുമ്പോൾ എല്ലാവരും ഇതിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. എന്ത് കാര്യത്തിനും നമ്മൾ ബാക്ക് എൻഡ് ടീം സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സംരംഭക പദ്ധതികളിലേക്ക്, മെയിൻ ആയിട്ടുള്ള സംരംഭക പദ്ധതികൾ എന്തൊക്കെയാണ്, അതിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏകജാല കേന്ദ്രം നടപ്പിലാക്കുന്ന 2 സംരംഭക പദ്ധതികളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന്, എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ ആയിട്ടുള്ള ഫിസിക്കൽ സെന്റർ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഫിസിക്കൽ സെന്റർ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള സ്ഥാപനം ഇല്ല നമ്മുടെ നാട്ടിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അക്ഷയ കേന്ദ്രയൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പണ്ട് നമ്മുടെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുകളാണ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അതും പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു അക്ഷയ കേന്ദ്ര. അക്ഷയ കേന്ദ്ര പിന്നീട് ഗവൺമെന്റിന്റെ ചില പ്രവർത്തനങ്ങൾ, ഗവൺമെന്റിന്റേതായിട്ടുള്ള ചില ടെൻഡേഴ്സ് എടുത്തുകൊണ്ട് ചെയ്തുകൊണ്ടാണ് അവർ ഗവൺമെന്റിന്റെ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക്, ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് സ്ഥാപനമല്ല, ഗവൺമെന്റിന്റേതായിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് പറയാം. പലർക്കും അത് അറിയില്ല, ഗവൺമെന്റ് സ്ഥാപനമാണെന്നുള്ളതാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്ര പോലെയുള്ള സ്ഥാപനങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. ഗവൺമെന്റ് ഇപ്പൊ ഇന്ന് അക്ഷയ കേന്ദ്രം പോലെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ജനസേവന കേന്ദ്രം, ഇ മിത്ര, ഓൺലൈൻ സ്ഥാപനങ്ങൾ, CSC, ഇതൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഗവൺമെന്റിന്റേതായിട്ടുള്ള സർവീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീറ്റർ അല്ല. ഓക്കെ, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ സർവീസുകളും കൊടുക്കുന്ന ഒരു സെന്റർ ആയിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സെന്റർ ആയിട്ട് വരുന്ന സമയത്ത്, സെന്റർ ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. സെന്റർ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കൗൺസിലിംഗ് റൂമാണ് ആദ്യം തന്നെ വേണ്ടത്. കാരണം ഒരു പാരന്റും കുട്ടിയും നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൺസൾട്ടിങ് ചെയ്യുമ്പോൾ കൗൺസിലിംഗ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്രയും ഇത് എക്സ്ക്ലൂസീവ് സെന്റർ ആണ്. ഓക്കെ, നമുക്ക് ശരിക്കും വേണ്ടത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് റൂം വേണം, 2 വർക്ക് സ്റ്റേഷൻ വേണം. ഇങ്ങനെയാണ് വരിക. ഒരു കൗൺസിലിംഗ് റൂമും 2 വർക്ക് സ്റ്റേഷൻ, പുറത്ത് 2 വർക്ക് സ്റ്റേഷൻ മതി സെന്റർ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ. കൗൺസിലിംഗ് റൂം കുറച്ച് സ്പേഷ്യസ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സെന്ററിന്റെ മോഡൽ. അപ്പൊ സെന്റർ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റും അധികം വരുന്നില്ല.
ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി 10-15 ലക്ഷം അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് റൂം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എന്താ സ്റ്റാഫും ഉണ്ടാവും. അപ്പോൾ അവർ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാം. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബ്രാൻഡ് ആയിട്ട് വരാൻ മിനിമം ഒരു 1 ഇയർ ആണ് ടൈം എടുക്കുക. മിനിമം 1 ഇയർ ടൈം എടുക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും ഓരോ ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള നേച്ചർ ഉണ്ട്. കാരണം ഒരു ഹോട്ടൽ ബിസിനസ്സിന് അന്ന് രാവിലെ നമ്മൾ ഇറക്കിയ പൈസ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്ര കിട്ടിയെന്ന് മനസ്സിലാവും. പക്ഷെ ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു ബിസിനസ് പറഞ്ഞാൽ മിനിമം 6 to 8 മന്ത് ആണ് നമുക്കൊരു പീരീഡ് ടൈം, ഒരു സെന്റർ ഒക്കെ ഓപ്പൺ ചെയ്ത്. അപ്പൊ ഒരു 1 ഇയർ പീരീഡിലുള്ള പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഒരു 2.5 lakhs ഇതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റും 2.5 lakhs നമുക്ക് ബാക്കപ്പ് ഉണ്ടായിരിക്കണം. സ്റ്റാഫ് സാലറി, റെന്റ് കാര്യങ്ങളെല്ലാം ഒരു 1 ഇയർ ബാക്കപ്പ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ഫീസ് ചെറിയൊരു ഫീസ് ആയിരിക്കും ഇവിടെ തരുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒരു വീട് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കും. സെറ്റ് മേടിക്കണം, പുതിയ ടി വി മേടിക്കണം, കട്ടിൽ മേടിക്കണം, പുതിയ സ്റ്റവ് മേടിക്കണം. ഇങ്ങനെ വരുമ്പോൾ ഓരോരോ സാധനങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ പൈസ വരും. അത് നമ്മൾ മുന്നിൽ കാണില്ല. അപ്പോൾ ഇതേപോലെ ഒരു 25,000 രൂപ നമുക്ക് തന്നിട്ട് സെന്റർ തുടങ്ങും. പക്ഷെ അതിന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോഴാണോ ഇതിന്റെ വിലയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ പേയ്മെന്റ് ആ സമയത്ത് ഓടി നടക്കാൻ പാടില്ല. അപ്പൊ 2.5 lakhs ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്റർ തുടങ്ങാൻ 2.5 lakhs നിങ്ങൾക്ക് റണ്ണിംഗ് കോസ്റ്റും ഒരു വർഷത്തേക്കുള്ള റണ്ണിംഗ് കോസ്റ്റും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാം. അപ്പൊ ഒരു 1 ഇയർ കൊണ്ട് നിങ്ങളുടെ സെന്റർ അവിടെ ബ്രാൻഡ് ആവും. പിന്നീട് അടുത്ത വർഷം മുതൽ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ രീതിയിലേക്കാണ് നമ്മളൊരു സെന്റർ തുടങ്ങുമ്പോൾ ബാക്കപ്പ് നമ്മൾ കാണേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു സെന്റർ തുടങ്ങുമ്പോഴുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പലർക്കും ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ, അതായത് ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് റിട്ടേൺ എടുക്കണം എന്നുള്ളത് ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു വീട്ടിൽ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. നമ്മൾ സെന്റർ ആയിരുന്നു ആദ്യം ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന വുമൻസ് ആണ്. വുമൻസ് ഓണ്ടർപ്രണേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ വിളിക്കുന്നത്. ഇവർ ആദ്യം ചോദിക്കുന്നത്, സാർ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെന്റർ അല്ല, ഇത് ഞങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ സംരംഭം തുടങ്ങാനുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു വിഷ്വലൈസേഷനിൽ നിങ്ങൾ ഇതുപോലെ ഒരു ബോർഡ് വെച്ച് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എന്റെ അടുത്ത് പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ഒരു ബോർഡ് സൈക്കോളജിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ബോർഡ് വെച്ച് വർക്ക് ചെയ്യണം എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഈ പ്രൊജക്റ്റിലേക്ക് വന്നപ്പോൾ തോന്നിയായിരുന്നോ? അപ്പൊ ഇങ്ങനെ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു നിങ്ങളുടെ വീടിന്റെ അവിടെ ഇങ്ങനെ ബോർഡ് വരുന്നതും ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഫാമിലിയിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷനും ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല, ഇതിന്റെ ഒരു വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പൊ നമുക്ക് ഈ പ്രൊജക്ടിന്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോർഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്തു. അപ്പം 2 രീതിയിൽ ഞാൻ പ്രൊജക്ട് പറഞ്ഞു. ഒന്ന് വീട്ടിൽ തുടങ്ങാം, 2 സെന്റർ ആയിട്ട് തുടങ്ങാം. അപ്പൊ വീട്ടിൽ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു വർക്ക് സ്റ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. വല്ലാതെ എക്സ്പെൻസ് മുടക്കിയൊന്നും വർക്ക് സ്റ്റേഷൻ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു ഇപ്പോ നെക്സ്റ്റ് ഈ മാസം 21-ാം തീയതി നമ്മുടെ ജിൻസി എന്ന് പറയുന്ന മേഡത്തിന്റെ ഇനാഗ്രേഷൻ ഉണ്ട്, ആലപ്പുഴയാണ്. ഓക്കെ, അപ്പം അവിടെ മാമിന് ഉള്ള സൗകര്യം കൊണ്ട് മാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബോർഡ് വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ പറ്റും. കരിയർ കൗൺസിലർ പ്രൊജക്ട് ആണെങ്കിലും സ്റ്റുഡന്റ് സർവീസ് കേന്ദ്ര ആണെങ്കിലും എഡ്യൂക്കേഷൻ സർവീസ് സെന്റർ വീട്ടിൽ തുടങ്ങുവാണെങ്കിലും ഓഫീസായിട്ട് തുടങ്ങുവാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ ഇൻ കരിയർ കൗൺസിലിംഗ്. നിങ്ങൾ കരിയർ കൗൺസിലിംഗിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഫൈനലി നമ്മളൊരു കരിയർ ഡോക്ടറായിട്ട് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യാനുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 20ഓളം മൊഡ്യൂൾസ്, നമ്മൾ ഒരു കരിയർ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള 20ഓളം മൊഡ്യൂൾസ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 20ഓളം മൊഡ്യൂൾസ് നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അതായത് എഡ്യൂക്കേഷൻ കൗൺസിലർ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിസണിംഗ് സ്കിൽ പാർട്ട് 1 വരുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ആർട്ട് ഓഫ് ആസ്കിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എലമെന്റ്സ് ഇൻ കരിയർ കൗൺസിലിംഗ് വരുന്നുണ്ട്, കരിയർ കൗൺസിലിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്, എന്തൊക്കെ ടൂളുകൾ നമ്മൾ അഡ്വാൻസ്ഡ് ടൂളുകൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് തിയറീസിലൂടെ പോകുന്നുണ്ട്. നമ്മൾ പേഴ്സണാലിറ്റി തിയറീസും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറീസും നമ്മൾ പഠിപ്പിക്കും. 2 അസസ്മെന്റ് മെത്തേഡുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എത്തിക്സ് ഇൻ കരിയർ കൗൺസിലിംഗിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേസ് സ്റ്റഡി വരുന്നുണ്ട്, പിന്നെ ഹൗ ടു ഐഡന്റിഫൈ റൈറ്റ് കോഴ്സസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്, സ്കോളർഷിപ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രൊജക്ട് കേസ് സ്റ്റഡി വരുന്നുണ്ട്, പിന്നെ വരുന്നത് സ്കിൽ സ്കാൻ കരിയർ അസസ്മെന്റ് പ്രൊഡക്റ്റ് IT ട്രെയിനിങ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു 20 മൊഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ 20 മൊഡ്യൂളിനെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക്, അതായത് ഒരു കരിയർ ഡോക്ടർ ആവാനുള്ള ഒരു പാത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതിൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇത്രയും 20 മൊഡ്യൂൾസ് നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് കരിയർ ഡോക്ടർ ആവാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഏകജാലകയുടെ തന്നെ പ്ലേ സ്റ്റോറിൽ ട്രെയിനിങ് ആപ്പ് അവൈലബിൾ ആണ്. ഏകജാലകയുടെ ട്രെയിനിങ് ആപ്പ് അവൈലബിൾ ആണ്. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്ക് എൻഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ആക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. ആക്സസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ഫയൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് മെന്റർ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ ആരാണോ ഫയൽ എടുക്കുന്നത് അവരെ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു പാത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ പലരും ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഏകജാലകയുടെ ട്രെയിനിങ് ആപ്പ് ലോഞ്ച് ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിലേക്ക് വന്നിട്ടുള്ള ആളുകളും പല ബിസിനസ് ചെയ്യുന്ന ആളുകളും പല ജോബിൽ ഇരിക്കുന്ന ആളുകളും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല സമയത്തും ഒരു ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ 9 മണി തൊട്ട് 5 മണിയുടെ ഉള്ളിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. അപ്പൊ പലർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലാസ്സുകളെല്ലാം തന്നെ സൂം റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഓക്കെ. ഈ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് നാളെ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മൊഡ്യൂൾ നിങ്ങൾക്ക് കാണുന്നതോടൊപ്പം തന്നെ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. 1. 2, നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ റിപ്പീറ്റേഷൻ ചെയ്ത് കാണാൻ പറ്റും. വേണമെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും മെന്ററുമായിട്ട്. ഓക്കെ. പിന്നെ വീക്കെൻഡിൽ നിങ്ങൾക്ക് ജോബിൻ സാറിന്റെ ലൈവ് സെക്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ സമയത്ത് സാർ ഒരു ടോപ്പിക് ആയിട്ടായിരിക്കും വരിക. ആഫ്റ്റർ +2 കഴിഞ്ഞാൽ എന്തായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതിന്റെ ടോപ്പിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടായിരിക്കും വരിക. ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട്സ് ഏതെങ്കിലും മൊഡ്യൂൾസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡൗട്ട്സ് ആ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ഡേയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ക്ലിയർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കോൾ വേണമെങ്കിൽ കോൾ ഇട്ടാണെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരാൾക്കും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്റ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ട്രെയിനിങ്ങിലേക്ക് കടക്കാൻ പറ്റും. അത് 20 മൊഡ്യൂൾ എന്ന് പറയുന്നത് 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഞാനൊന്ന് കാണിക്കാം എങ്ങനെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫൈൽ ഫയൽ ഉണ്ട്. ആ പ്രൊഫൈലിലേക്ക് നമുക്ക് പോവാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മേഘ മാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേഘ മാമിന് ഇതുപോലെ ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഡ്രൈവിൽ. മാമിന് സെപ്പറേറ്റ് ഫയൽ ആയിരിക്കും ഇതുപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ബിസിനസ് നമ്പർ, ബിസിനസ് ഇമെയിൽ ഐ ഡി, ഇതൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ നമ്പർ, 2 നമ്പർ ഉണ്ടെങ്കിൽ ഒരു നമ്പർ ഒഫീഷ്യൽ നമ്പർ ആയിട്ട് അനൗൺസ് ചെയ്യണം. ഓക്കെ. പിന്നെ വരുന്ന ബിസിനസ് ഇമെയിൽ ഐ ഡി കരിയർ കൗൺസിലർ gobi@gmail.com ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ഇൻ കേസ് എമർജൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ആരുടെയാണ് നമ്പർ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കമ്പൽസറി ആയിട്ട് നമുക്ക് ആവശ്യമാണ്. പല പ്രൊജക്ടുകൾക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പേയ്മെന്റ്, ഒരു കോളേജ് അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാണ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത്. ഓക്കെ. അപ്പൊ അതിന് നിങ്ങളുടെ ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇവിടുന്ന് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകജാലകയുടെ ട്രെയിനിങ് ആപ്ലിക്കേഷൻ ആക്ടിവേഷൻ, പോർട്ടൽ ക്രെഡൻഷ്യൽ, ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റ്, പിന്നെ ഏകജാലക എഗ്രിമെന്റ് ഉണ്ട്, പിന്നെ ഓതറൈസ്ഡ് ID കാർഡ്, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തരുന്ന. പിന്നെ വിസിറ്റിംഗ് കാർഡിന്റെ സോഫ്റ്റ് കോപ്പി ആയിരിക്കും തരാം. അത് നിങ്ങൾ അവിടെ പ്രിന്റ് എടുക്കുകയാണ് ചെയ്യുക. പിന്നെ കൗൺസിലിംഗിന്റെ ചെക്ക് ലിസ്റ്റ് ഫോം ഉണ്ട്. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കൗൺസിലിംഗ് ഫോം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഫോം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരും. പിന്നെ സർവീസ് കാർഡിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. സർവീസ് കാർഡ് എന്ന് സ്റ്റുഡൻസ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കാർഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് സർവീസ് ആണെന്ന് എഴുതി അവർക്ക് ആ ഒരു പോർഷൻ കീറിയിട്ട് കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ബ്രൗഷേഴ്സിന്റെ കോപ്പീസ്, പിന്നെ നോട്ടീസ്, നെയിം ബോർഡിന്റെ ഡിസൈൻസ്, പിന്നെ എൻവലപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ അതിന്റെ സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് തരുന്നുണ്ട്, ഹാർഡ് കോപ്പീസ് ആയിട്ട് തരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രെയിനിങ്ങിൽ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ നമ്പർ ഉണ്ട്, ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് കോർഡിനേറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ SSK നിങ്ങൾക്ക് തരുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള പോർട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഒരു പ്രൊഫൈൽ ആയിട്ട് തരിക. പിന്നെ വരുന്ന നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം, പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം, പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യാത്തവരാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ പ്രൊജക്ട്, പിന്നെ വരുന്ന ബിസിനസ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 നമ്പർ ഉണ്ടെങ്കിൽ ഒരു നമ്പർ, പേഴ്സണൽ നമ്പർ ഒരിക്കലും ബിസിനസ്സിലേക്ക് നമ്മൾ തരരുത്. പബ്ലിഷ് ചെയ്യേണ്ടത് ഒരു നമ്പർ ബിസിനസ് നമ്പർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യാം. പിന്നെ വരുന്ന ബിസിനസ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇപ്പം ദെൻ നമ്മുടെ കൗൺസിലർ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഈ കൗൺസിലർ ട്രെയിനിങ്ങിന് നിങ്ങളൊരു മോണിറ്ററിംഗ് ഗൈഡ് ആണിത്. ഓക്കെ. കാരണം നമ്മൾ ഇവിടെ ഒരു മെന്റർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 7 വീക്ക് ചലഞ്ച് ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. 7 വീക്ക് ചലഞ്ച്. അതായത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു 7 വീക്ക് ചലഞ്ച് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3, അതായത് മൊഡ്യൂൾ 1ഉം 2 മാത്രം കംപ്ലീറ്റ് ചെയ്യണം, ഓവർലോഡ് ഇല്ലാതെ.
ഓക്കെ, കാരണം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 3 മണിക്കൂറാണ് ശരിക്കും ഒരു ആഴ്ചയിൽ ഇതിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. 3 മണിക്കൂർ. പക്ഷെ ഈ 3 മണിക്കൂർ അല്ലാതെ ഒരു ദിവസം തന്നെ 2 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം പക്ഷെ ഇത് ഓവർലോഡ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? കാറ്റഗറി വരുന്ന വാർഡ് മാനേജ്മെന്റ് ആണ്. വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ചർ എന്ന് പറഞ്ഞ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യണം. വാച്ചർ ആണെങ്കിലും നോട്ട് വാച്ചർ ആണെങ്കിൽ വാച്ചർ അപ്ഡേറ്റ് ചെയ്യാം. ദെൻ അതിന് വേണ്ട നോട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം. കാരണം നമ്മളൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറുക. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതിന് ഞങ്ങൾ ഓൾറെഡി നോട്ട്സ് തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറയുവാണ്. കാരണം അത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ. പിന്നെ വരുന്നത് ആ ഒരു മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡൗട്ട് ക്ലിയർ ചെയ്യണം. അത് ചിലപ്പോൾ സ്റ്റാറ്റസിന് ഓൺഗോയിങ് ആണെങ്കിൽ ഓൺഗോയിങ് കൊടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് കൊടുക്കുക. ഓക്കെ, അത് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് സാറിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ വീക്കെൻഡിൽ നിങ്ങൾക്ക് ക്യു എ സെക്ഷൻ ഉണ്ട്, ക്യു എ സെക്ഷനിൽ സാറുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ദെൻ നിങ്ങൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ്. ഇതൊരു മോണിറ്ററിംഗ് ഗൈഡ്. നമുക്കൊരു എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ടൈം ടേബിൾ വേണം. ശരി, നമ്മൾ ചെയ്ത് ഓരോ ഡേയ്ക്കും ഒരു ടൈം ടേബിൾ വേണം എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിജിറ്റൽ ആയിട്ട് ഓരോ വ്യക്തികൾക്കും നമ്മൾ ഇതുപോലെ ഒരു വാർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൗൺസിലർ ട്രെയിനിങ്ങിന്റെ ഒരു പാത്ത് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പല ആളുകളും ഫസ്റ്റ് വീക്ക് ചാലഞ്ച്, സെക്കൻഡ് വീക്ക്, ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഒരാഴ്ചയിൽ തീർക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിങ്ങളാണ് നിങ്ങളുടെ ടൈം ഫിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഒറ്റയടിക്ക് ഒരു ദിവസം തന്നെ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യേണ്ട. പതിയെ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും മെല്ലെ മെല്ലെ തുടങ്ങി വെക്കുക. കാരണം ഒറ്റയടിക്ക് നാളെ ജിമ്മിന് പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ 5 മണിക്ക് പോകും, പിന്നെ ഒരു 2 ദിവസം പോകും, പിന്നെ പോവില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നിങ്ങൾ തുടങ്ങി വെക്കുക. തുടങ്ങി വെക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ടൈം അനുസരിച്ച് നിങ്ങൾ ഡെയിലി ഒരു ടൈം ഇതിനു വേണ്ടി മാറ്റി വെക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ഒരു 5 to 6 ആണ് ഇതിനു വേണ്ടി വെക്കുക. 1 മണിക്കൂറേ ഉള്ളൂ ക്ലാസ്. അപ്പൊ 5 to 6 ആണ് നിങ്ങൾ ടൈം. അത് എല്ലാ ദിവസവും 5 to 6 കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. ഇനി എല്ലാ വർക്കും കഴിഞ്ഞിട്ട് രാവിലത്തെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊരു നിങ്ങളൊരു ക്ലിയർ ടൈം ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഡെയിലി ആ ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു പാത്ത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിന്റെ ട്രെയിനിങ് ആപ്പിനെ കുറിച്ചും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ട്രെയിനിങ് ആപ്പ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ ട്രെയിനിങ് ആപ്പ് കാണിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ട്രെയിനിങ് ആപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കരിയർ കൗൺസിലർ ട്രെയിനിങ്ങിന്റെ വീഡിയോസ് ഇതിൽ മൊഡ്യൂൾ 1 തൊട്ട് ഏകദേശം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മൊബൈലിൽ വേണമെങ്കിൽ റേഞ്ച് ഉള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോർ നിങ്ങൾ ഈ ആപ്പിന്റെ ഉള്ളിൽ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ പലരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നീ പഠിച്ചോന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിൽ തന്നെയാണ്, ഈ ഒരു ആപ്പിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നെറ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, PDF നമ്മൾ ഇതിന്റെ നോട്ട്സിന്റെ PDF ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് വേണമെങ്കിൽ എടുക്കാം. അത് ഇങ്ങനെ കാണാൻ പറ്റും, കണ്ടോ? ഇതേപോലെ PDF ആയിട്ട് ഓരോ ക്ലാസിന്റെയും നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. വീഡിയോസ് ഇങ്ങനെ കാണാം, നിങ്ങൾക്ക് കാണാം. കരിയർ കൗൺസിലിംഗ് എന്ന മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കണം ഒരു കരിയർ കൗൺസിലർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വരാം. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈമിൽ ഇരുന്ന് പഠിക്കാം. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ ശരിക്കും ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഗ്രൂപ്പിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ റെക്കോർഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ഒരു മൈക്ക് തുറന്നു വെച്ച് സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആളുകൾ ഇരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ആ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്ന പോലെ തന്നെ അവർ ചോദിക്കുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ഒരു നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ ബോർ അടിക്കില്ല. ഓക്കെ, കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. മൊഡ്യൂൾ 2 എടുത്തു കഴിഞ്ഞാൽ അതേപോലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബിസിനസ് സ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തുടങ്ങി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് ഞാൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം.
ഈ ഒരു ടോപ്പിക് മീൻസ് ഈ പ്രൊജക്ട് കരിയർ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് വേറെ ടോപ്പിക്കിലേക്കാണ് പോകുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ ഒരു ട്രെയിനിങ്ങിന്റെ ക്ലാസ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു ബേസിക് കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കോർ ഏരിയ ആണ്. ഓക്കെ, ഒരു സ്റ്റുഡന്റും പാരന്റും വന്നു കഴിഞ്ഞാൽ ബേസിക് കൗൺസിലിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കൗൺസിലിംഗ് ഫോം വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് കൗൺസിലിംഗിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ടൂളിന്റെ പേരാണ് സ്കിൽ സ്കാൻ അസസ്മെന്റ് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ പലപ്പോഴും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു വയറുവേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊരു ബേസിക് കൗൺസിലിംഗ് ആണ് ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർ അടുത്ത സ്റ്റേജിലേക്ക് വിടുന്നത് സ്കാൻ ചെയ്യാനാണ്. അപ്പൊ ഈ ബേസിക് കൗൺസിലിംഗ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫീസ് മേടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് കൗൺസിലിംഗിന് പോകുമ്പോൾ അവർ ഫീസ് മേടിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാം, ബേസിക് കൗൺസിലിംഗിന് ഫീസ് മേടിക്കാം. അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്തിനാണ് അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കില്ല് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരുടെ ഇൻബോൺ ടാലന്റും അവരുടെ ലേണിംഗ് സ്റ്റൈൽ തൊട്ട് അവരുടെ ഒരു പ്രൊഫഷണൽ കരിയർ ചൂസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ ആക്യുറസിയിൽ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പാത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പേരാണ് സ്കിൽ സ്കാൻ അസസ്മെന്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, സ്കിൽ സ്കാൻ അസസ്മെന്റ് എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്കിൽ സ്കാൻ അസസ്മെന്റിലൂടെ ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മുതൽ പ്രൊഫഷണൽ കരിയർ വരെ നമുക്ക് കണ്ടെത്തി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ബേസിക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവിടെ ഒരു റാപ്പ് ബിൽഡ് ചെയ്യുന്നു. അവരെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. സൈക്കോളജി കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഒരു കുട്ടിയായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കുട്ടീനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു സമയം കളയാൻ നമുക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയാ ഒരു കൗൺസിലിംഗ് ഫോം വെച്ച് ബേസിക് കൗൺസിലിംഗിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കിൽ സ്കാൻ അസസ്മെന്റിന്റെ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. ഇനി ആയിരിക്കും റിപ്പോർട്ട് വരാം. കണ്ടോ, ഇത് നമ്മൾ ഇ ബുക്ക് ആയിട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇത് വരുമ്പോൾ നമ്മൾ ഒരു മോഡൽ വേണമെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം, ഇതിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം കുട്ടികളെ. അതായത് ബേസിക് കൗൺസിലിംഗിന് വരുന്ന ഒരു കുട്ടീനെ നമ്മൾ അഡ്വാൻസ്ഡ് കൗൺസിലിംഗിലേക്ക് നമ്മൾ അപ്ഗ്രേഡേഷൻ ചെയ്യാന്നുള്ളതാണ്. ബേസിക് കൗൺസിലിംഗിന് വരുമ്പോൾ നമുക്ക് ഒരു 250 രൂപ മുതൽ ഹവർലി ചാർജ് മേടിക്കാം. ഓക്കെ, ഹവർലി ബേസ് ചാർജ് മേടിക്കാൻ പറ്റുന്നതാണ്. അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് ആകുമ്പോൾ നമ്മൾ മേടിക്കേണ്ടത് 2000+ GST വരെ നമുക്ക് ചാർജ്. ഇന്ന് മാർക്കറ്റിൽ 7500 രൂപ വരെ മേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മേടിക്കുന്നത് 2000+ GST എങ്കിലും നമുക്ക് മേടിക്കാം. ഓക്കെ, ഈ ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അസസ്മെന്റിന്റെ ഒരു ആധികാരികത. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, എന്താണ് ഈ അസസ്മെന്റ്, ഇതൊക്കെ ചെയ്താൽ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് കിട്ടുമോ, കുട്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുമോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു ആധികാരികത, കാരണം നിങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പർ ആണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ട്രെയിനിങ്ങിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും ഞാനൊരു ഔട്ടർ ലെയറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ ഒരു അസസ്മെന്റിന്റെ ഒരുപാട് തിയറീസ് യൂസ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്, ഓൾ ഇന്ത്യ ലെവലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഒരുപാട് ഇതിന്റെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ ലേറ്റസ്റ്റ് തിയറിയാണ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്നാണ് ഇതിനെ പറയാം. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹവാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അവിടുത്തെ ഹോവാർഡ് ഗാർണർ എന്ന് പറയുന്ന അമേരിക്കൻ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു MI സ്കിൽ സ്കാൻ അസസ്മെന്റ് എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹോവാർഡ് ഗാർണർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഏകദേശം 65 വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തിയിൽ 9 ഇന്റലിജൻസ് ആണ് ഡൊമൈൻ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതും, ആ 9 ഇന്റലിജൻസും നമ്മൾ എത്ര പേരുണ്ട്, ഇപ്പൊ 20 പേരുണ്ട് അല്ലെങ്കിൽ 15 പേരുണ്ട്, ഈ 15 പേരിലും ഈ ഇന്റലിജൻസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത് കണ്ടെത്തിയത് ഹോവാർഡ് ഗാർണർ ആണ്. ആദ്യം 7 എണ്ണം കണ്ടെത്തി, ഇതൊക്കെ PSC ക്ക് പഠിക്കാറുണ്ട്. 7 എണ്ണം കണ്ടെത്തി, അത് കഴിഞ്ഞ് ആള് 2 എണ്ണം കൂടി 2 ഇന്റലിജൻസും കൂടി ഡൊമൈൻ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത് കണ്ടെത്തി. അപ്പം ഇദ്ദേഹം നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2015 നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് കൂടാതെ കൽഗരി യൂണിവേഴ്സിറ്റിയിലെ PhD സ്റ്റുഡന്റ് ആയ ഷക്കീൽ എന്ന് പറയുന്ന സ്റ്റുഡന്റ് നമ്മുടെ പ്രൊജക്ടിനെ ആധികാരികമായിട്ട് റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് 99.9% ആക്യുറസി ഉള്ള റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള കണ്ടെത്തിയ ഒരു റിപ്പോർട്ടാണ്, ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ 9 നമ്മൾ ഈ ഒരു അസസ്മെന്റ് പഠിക്കാൻ വളരെ, ഇന്ന് ലോകത്ത് ഒരുപാട് അസസ്മെന്റ് ടൂളുകൾ ഉണ്ട്. പക്ഷെ ഈ അസസ്മെന്റ് ടൂളുകളുടെ എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. സ്റ്റുഡന്റിന് മനസ്സിലാവില്ല. പണ്ട് നമ്മൾ ഡോക്ടർമാർ മരുന്ന് എഴുതുന്ന പോലെയാണ്, ഒരു റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം നമ്മുടെ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, വളരെ ലളിതമായിട്ട് ഇതിനെ നോക്കി കാണുന്നുള്ളത്. ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ നോക്കി കാണരുത്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത്, ഒരു അസസ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അഡ്വാൻസ് ലെവലിലേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് 9 ഇന്റലിജൻസ് ഉണ്ട്. 9 ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ഞാൻ ഒരെണ്ണം പറയാം, ബാക്കിയെല്ലാം പറയുന്നത് നമ്മുടെ ഇന്നത്തെ കഴിയില്ല.
ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു കഴിവാണ്. ഓക്കെ, ഈ സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്. ജനിക്കുമ്പോൾ മുതലുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ ലിംഗ്വിസ്റ്റിക് എങ്ങനെ അമ്മേനെ വിളിക്കുന്നത് ആക്ഷനിലൂടെയാണ്. അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ആക്ഷനിലൂടെയാണ് ലിംഗ്വിസ്റ്റിക് വരുന്നത്. പിന്നീട് സംസാരിച്ചു തുടങ്ങുന്നു. ഈ ലിംഗ്വിസ്റ്റിക് കൂടുതലുള്ള ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. ലിംഗ്വിസ്റ്റിക് ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് നല്ല ട്രെയിനർ ആവാം, നല്ല ടീച്ചർ ആവാം, നല്ല കൗൺസിലർ ആവാം, അഡ്വക്കേറ്റ് ആവാം, അല്ലെ, നല്ല മാർക്കറ്റിംഗ് പേഴ്സൺ ആവാം, നല്ല സെയിൽസ് പേഴ്സൺ ആവാം. അപ്പം അല്ലെ, അല്ലാത്ത ആളുകൾ അവിടെ കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇത് മനസ്സിലാക്കാം. അപ്പൊ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സ്കില്ല, ഇത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല. നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എപ്പോഴേക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടുജീവിതം ഫിലിം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും. ഓക്കെ, പൃഥ്വിരാജ് അവിടെ പോയതിനു ശേഷമാണ് സംസാരിക്കാതായത്. അപ്പം നമ്മളുടെ പല സാഹചര്യങ്ങളും സിറ്റുവേഷനും നമ്മുടെ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാതെ പല സിറ്റുവേഷൻസിൽ നമുക്ക് അങ്ങനെ വരുന്നുണ്ട്. പല ആളുകൾക്കും, പല പുലികളായിട്ടുള്ള ആളുകളും ഇപ്പൊ സംസാരിക്കാതെ ആവുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളിലേക്കും പോകാത്തതുകൊണ്ടും വായിക്കാത്തതുകൊണ്ടും ഒക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിപ്പിക്കും, നമ്മൾ പല കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ പല ഇന്റലിജൻസും, ഈ 9 ഇന്റലിജൻസും നമ്മൾ എന്താണെന്നുള്ളതും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കരിയേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിപ്പോർട്ടിന്റെ എൻഡ് സ്റ്റേജിൽ ഒരു കുട്ടിയുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഇതേപോലെ ആ റിപ്പോർട്ടിന്റെ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയോ? റിപ്പോർട്ടിന്റെ ഗ്രാഫ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ കുട്ടിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടി എന്താന്ന് മനസ്സിലായി. ലിംഗ്വിസ്റ്റിക് കുറവാണെങ്കിൽ ലിംഗ്വിസ്റ്റിക് കുറവാണ്. അപ്പൊ ഇവനെ സംസാരിപ്പിക്കണം നമ്മൾ. അവിടെയാണ് മെന്ററിങ് വരുന്നത്. അപ്പൊ നമുക്ക് പണിയുണ്ട്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ലോജിക്കൽ എന്താണ്, ലോജിക്കലുമായിട്ട് കണക്ട് ചെയ്യുന്ന കരിയേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, മ്യൂസിക്കൽ എന്താണ്. അപ്പം നമുക്ക് ഇതിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു കുട്ടിയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ആ കുട്ടിയുടെ ഹിസ്റ്ററി എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടി എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെങ്ത് എന്താണ്, ഈ കുട്ടിയുടെ വീക്ക് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ബേസിക് കൗൺസിലിംഗിന്റെ റിപ്പോർട്ടും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഫൈനൽ സമ്മറി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഓരോ ഇന്റലിജൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊക്കെ അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഈ കുട്ടി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവൻ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാണ്. നമുക്ക് ഇപ്പം നമ്മൾ പണ്ട് കൈ നോക്കിയിട്ട് കാര്യങ്ങൾ പറയില്ലേ, നമ്മൾ ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് പോകുമ്പോൾ വരൂ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും നമുക്ക്. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഇത് പാരന്റ്സിന് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. എന്താണ് എന്റെ മോന്റെ സ്കില്ല്, എന്തായിരിക്കും അവനുള്ള ഇൻബോൺ ടാലന്റ്, ഇതൊക്കെ കേൾക്കാൻ വളരെ ക്യൂരിയോസിറ്റിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ നമ്മളിവിടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, ഇത് നമുക്ക് മനസ്സിലായി, ഇവന് വരയ്ക്കാൻ കഴിവുണ്ടെന്ന്. അപ്പൊ നമ്മൾ പറയണം അവരോട്, കുട്ടി വരയ്ക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാറിന് എങ്ങനെ മനസ്സിലായി എന്നുള്ളത് അവർ ചോദിക്കും. ഇനി മ്യൂസിക്കൽ ഇന്റലിജൻസ് ഇതിൽ ഹൈ ആണെങ്കിൽ പാട്ട് പാടില്ലേ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം കുട്ടിക്കില്ലേ, സാറിന് ഇത് എങ്ങനെ മനസ്സിലായി? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈനലി നമ്മൾ ഈ റിപ്പോർട്ട് എല്ലാം ഫൈനലി ഇന്റർപ്രറ്റ് ചെയ്ത് കഴിയുമ്പോൾ പാരന്റ് കരയും. മനസ്സിലായോ? അപ്പം ആ രീതിയിലേക്ക് ഈ സ്കില്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു കുട്ടിയുടെ ഹിസ്റ്ററി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി. കുറച്ച് ആഴത്തിലേക്കും കൂടി നമ്മൾ ഇതിലേക്ക് പോകും. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇതിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കുറെ ഉണ്ട്. നമ്മൾ നൈറ്റ് വരെ സംസാരിക്കും. അത്രയുണ്ട് ടോപ്പിക് സംസാരിക്കാൻ. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് ലേണിംഗ് സ്റ്റൈൽ ആണ്. ഒരു കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബ്രെയിനിലേക്ക് കുട്ടിക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്നുള്ള ഈ റിപ്പോർട്ടിന് നമുക്ക് കിട്ടും. അത് നമുക്ക് പറഞ്ഞു കൊടുക്കും. കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതിൽ ഈ കുട്ടിക്ക് ടീച്ചർ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. 25% ഉള്ളൂ റിപ്പോർട്ടിൽ കിട്ടും. ഇത് നമ്മൾ അവനോട് പറയണം, മോനെ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത് ഒന്നും മനസ്സിലാവില്ലല്ലോ അല്ലേ? അപ്പൊ പറയും ശരിയാ സാർ, എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. അപ്പൊ ഇവന് ചെയ്ത് പഠിക്കണം. അപ്പൊ നിനക്ക് ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതെ സാർ, എനിക്ക് എഴുതി പഠിച്ചാലേ പഠിയുള്ളൂ. അപ്പൊ നമുക്കിവിടെ റിപ്പോർട്ടിൽ കിട്ടുന്ന കാര്യം തന്നെയാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പം ഇത് പാരന്റിനെ ഇരുത്തിയിട്ടായിരിക്കും നമ്മൾ കൺസൾട്ടിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ലേണിംഗ് സ്റ്റൈൽ എന്താന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ഇതിൽ കിട്ടും. അവർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ, ഇപ്പൊ പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുക ഒരാൾക്ക്, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാൻ കഴിവുണ്ടെന്ന് വിചാരിക്കുക. അവിടെയാണ് നമ്മൾ മെന്ററിങ് കൊണ്ടുവരേണ്ടത്. നമുക്ക് അടുത്ത സർവീസ് സെയിൽ ചെയ്യണം അവിടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവനിത് പറഞ്ഞു കൊടുത്തു, എനിക്ക് പാടാൻ കഴിവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ. ആ മെന്ററിങ് അവിടെ നമുക്ക് കൊടുക്കണം. അവിടെ ഒരു മ്യൂസിക്കിന്റെ ഒരു കോഴ്സ് അവിടെ കൊടുക്കണം. ഈ മ്യൂസിക്കിന്റെ കോഴ്സ് അവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ വരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ഡോക്ടർ വരുമ്പോൾ, നിങ്ങളൊരു കൈയൊടിഞ്ഞ് ഡോക്ടറെ അടുത്തേക്ക് പോകണമെങ്കിൽ ഡോക്ടറിന് എക്സ്റേ എടുപ്പിക്കുന്നതിന് ഒരു വരുമാനമുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മരുന്ന് എഴുതുന്നതിന് മരുന്നിന്റെ കമ്പനി കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കണേ. ഓക്കെ, സ്കില്ലുള്ളവനെ ഇന്ന് എവിടെയും വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്കിൽ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ഇവനെ അസസ് ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ സ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, എന്തൊക്കെ സജസ്റ്റഡ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി, അതിന് മെന്റർഷിപ്പ് കൊടുക്കണം. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഈ സ്റ്റുഡന്റ് വരുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് ഇവൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു സമ്മറി ഉണ്ടാക്കി വെക്കും.
ക്ലിയർ ആയല്ലോ. ഇത് കഴിഞ്ഞ് ഇവന് ഏതൊക്കെ കരിയർ സെലക്ഷനിലേക്ക് പോവാം, ഏകദേശം ഇന്നത്തെ ലേറ്റസ്റ്റ് എ വരെ അദ്ദേഹത്തിന് പറ്റുമോ ഇല്ല എന്നുള്ളത് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ഈ റിപ്പോർട്ടിൽ നമുക്ക് കിട്ടും. അങ്ങനെ എമർജിംഗ് കരിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഫൈനലി അവന് കരിയർ സെലക്ഷൻ എന്താണെന്നുള്ളത് വരെ നമുക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു അസസ്മെന്റിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ അസസ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, ഈ ഒരു സ്റ്റുഡന്റ് അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി വരാം, ഓഫ്ലൈൻ ആയിട്ട് വരാം, ഒക്കെ വരാം, ഗ്ലോബലി എവിടുന്ന് വേണമെങ്കിലും എൻക്വയറീസ് വരാം. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാ, നമുക്ക് ഇതിനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അവർ ലിങ്ക് അയച്ചു കൊടുക്കുന്നു, ആ ലിങ്കിൽ അവനൊരു യൂണിക് പാസ്കോഡ് ഉണ്ടായിരിക്കും. ആ പാസ്കോഡ് വെച്ച് അവന് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2, ഡിഗ്രി എന്ന് വേണ്ട എല്ലാ കാറ്റഗറിയിലും വർക്കിംഗ് പ്രൊഫഷണൽസിന് വരെ അസസ്മെന്റ് ചെയ്യാം. 8ാം ക്ലാസ് മുതൽ വർക്കിംഗ് പ്രൊഫഷണൽസ് വരെ ചെയ്യാം. അപ്പം അത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ സ്റ്റുഡന്റിന് ഓൺലൈൻ ആയിട്ട് അസസ്മെന്റ് വരും. അപ്പൊ ഈ പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവുന്നത് ഇത് PSCക്ക് പഠിക്കണ പോലെ വന്ന് എഴുതണോ, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന പോലെ ഈ അസസ്മെന്റ് പഠിച്ചിട്ട് വേണം വന്ന് എഴുതാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇതിനില്ല. നമ്മൾ 5 ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 5 ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 9 ഇന്റലിജൻസിനെ പറഞ്ഞില്ലേ, ഈ 9 ഇന്റലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരു എക്സാമ്പിൾ, ഞാനൊരു ക്വസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജോഗിങ്ങിന് പോകാൻ തോന്നാറുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അതൊരു ഇന്റലിജൻസിനെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റനാണ്. ഓക്കെ, അപ്പൊ അതിൽ ആൻസർ ഉണ്ടാവും, തോന്നാറുണ്ട്, തോന്നാറില്ല, ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഒട്ടും തോന്നാറില്ല, ഇങ്ങനെയുള്ള ഒരു ആൻസർ അതിലുണ്ടാവും. ഇവൻ ഈ ആൻസർ കറക്റ്റ്, ഇവന്റെ എന്താണോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ആൻസർ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇപ്പൊ മേഘ മാമിന് തോന്നുന്നു ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടെന്നായിരിക്കും, സൊഫ മാമിന് തോന്നാറില്ല എന്നായിരിക്കും, ചിലപ്പോൾ ബൻസീർ മാഡത്തിന് തോന്നാറുണ്ടെന്നായിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആൻസർ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ആൻസറിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യും, ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള, ഇനി ആ കുട്ടി വിചാരിക്കും എന്നാ നോക്കട്ടെ എനിക്ക് തോന്നാറുണ്ടെന്ന് എഴുതാം എന്ന് പറഞ്ഞിട്ട് ചിലർ എഴുതും. അത് അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഇവിടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് പണ്ടാരന്മാരല്ല, അപ്പൊ അതിനെ കണക്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവർ തെറ്റായ രീതിയിൽ നമുക്ക് ബാക്കെൻഡിൽ അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ബാക്ക് എൻഡിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നത് മനോഹരമായിട്ടുള്ള ഒരു കുട്ടിയുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എല്ലാ ഫാമിലിയിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വേണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയുടെ പ്രൊഫൈലിംഗിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് അവരുടെ ഒരു മെന്ററായി മാറുക, അവന്റെ ലൈഫിലേക്ക് സക്സസ് വരെ കൂട്ടു നിൽക്കുന്ന ഒരു മെന്ററായിട്ട് മാറുക എന്നുള്ളതാണ്. ഒരു ബേസിക് കൗൺസിലിംഗ് തൊട്ട് നമ്മൾ അവരുടെ ഒരു മെന്റർഷിപ്പ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രൊജക്റ്റിലൂടെ നമ്മൾ ചെയ്യുന്ന. ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട അസസ്മെന്റ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. ഇത് നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. നിങ്ങൾ ആദ്യം തന്നെ പറയാം, ഇതൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ബാക്കെൻഡിൽ നമ്മൾ ഇത്രയും ആളുകളുണ്ട്. കാരണം ഇതൊരു കടലാണ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കടലാണ്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. കരിയറുമായി ഈ ലോകത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അവരെടുത്ത് പറയാ, വാട്സപ്പിൽ വോയിസ് ആയിട്ട് ഇടാൻ പറയാ, നമ്മുടെ ബാക്കെൻഡിൽ കരിയർ കോച്ച് ഉണ്ടാവും, വോയിസ് ഇടുക, നിങ്ങൾക്ക് റിപ്ലൈ തരും. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഒരു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇത് എങ്ങനെ, എനിക്ക് അറിയില്ല എന്ന് എങ്ങനെ പറയും, അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം, അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ വോയിസ് ആയിട്ട് മേടിക്കാം, നമ്മൾ കരിയർ കോച്ചിന്റെ ഗ്രൂപ്പിൽ ഇടുക, അവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തരും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പൊ ഇങ്ങനെ ഒരു പാക്കേജ് ഒരു സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ അവന് വേണ്ട കംപ്ലീറ്റ് പാക്കേജ്, അവനൊരു ലൈഫിലേക്ക് സക്സസ് ആവുന്നത് വരെയുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സെയിൽസും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് അവിടെ നടക്കുന്നത്. മെന്റർഷിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഏണിങ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, എന്തെങ്കിലും പറയാട്ടോ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? മ്യൂട്ട് മാറ്റിയിട്ട് പറയാട്ടോ, ഡയറക്റ്റ് പറയാം. മേഘ മാം കേൾക്കുന്നുണ്ടോ? ഹലോ സർ, ഈ ഫ്യൂച്ചർ, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കുട്ടിക്ക് ഫ്യൂച്ചർ സപ്പോർട്ട് കൊടുക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുക? ഈ ഫ്യൂച്ചർ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് അസസ്മെന്റ് കഴിഞ്ഞു, ഒരു കുട്ടിയുടെ അസസ്മെന്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നമുക്കൊരു ഗ്രൂപ്പിലേക്ക് ഇവരെ ആഡ് ചെയ്യാം. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ബാക്ക് എൻഡിൽ, നമ്മുടെ ഏകജാലകയുടെ ഹെഡ് ഓഫീസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ലൈഫ് ടൈം സപ്പോർട്ട്, ഇവർക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് അവർക്ക് ചോദിക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. ഓക്കെ, ഫ്യൂച്ചർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം മാം. ഇപ്പൊ +2 പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വന്നു നമ്മുടെ അടുത്തേക്ക്. ഓക്കെ, ഈ +1 ഇവൻ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നതെങ്കിൽ ഈ +1 ഇവന്റെ അസസ്മെന്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അവൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ IT സെക്ടറിലേക്ക് പോകാനാണ് താല്പര്യം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഇവൻ +2 കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ +2 കഴിയുമ്പോൾ അഡ്മിഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ. നിങ്ങൾക്ക് അടുത്ത സെക്ഷൻ വരുന്നത് അതാണ്. ഓക്കെ, ഈ അഡ്മിഷൻ ഇപ്പൊ ഇവിടെ നമ്മളൊരു 1500 രൂപയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ, അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസിന്റെ ഒരു കോച്ചിങ്ങിന്റെ ട്രെയിനിങ് വേണമെങ്കിൽ കൊടുക്കാം. വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് പഠിക്കൂ എന്ന് പറഞ്ഞ്
നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ആപ്പിൽ തന്നെ ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ ഒരു കോഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിലൂടെ മാമിന് ഇൻകം വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ പറയുവാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തോളൂ എന്ന് പറയുകയാണ്. പക്ഷെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയുകയാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് തന്നെ പഠിക്കും. ഇനി അവിടെ വേറൊരു കാര്യമാണ്, ഇപ്പൊ ട്യൂഷൻ ടൂൾ കൊടുക്കണം എന്ന് വിചാരിക്കാം. ട്യൂഷന്റെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം, നീ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ ട്യൂഷൻ പഠിക്കും, അതിന് വേണ്ടി ഒരു ടൂൾ ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് തന്നെ മൊബൈലിൽ തന്നെ ട്യൂഷൻ പഠിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു സംരംഭം നടത്തുന്നത്, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു സ്റ്റുഡന്റിന് അവന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് എന്തൊക്കെ പ്രൊഡക്റ്റ് അവന് കൊടുക്കാൻ പറ്റും. നമ്മൾ മരുന്ന് എഴുതുന്നത്, ഡോക്ടർ അടുത്തേക്ക് വന്ന് നമ്മൾ മരുന്ന് എഴുതുന്ന പോലെ തന്നെയാണ്. ഇവന് എന്തൊക്കെ സ്കില്ലുണ്ട്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പാരന്റ്സിനോട് പറഞ്ഞ് നമുക്കത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഒരു എക്സാമ്പിൾ പറയാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് മാമിന്റെ അടുത്തേക്ക് ഒരു സ്റ്റുഡന്റ് വന്ന് നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിനാണ് പോകാൻ താല്പര്യം എന്നുള്ളത് കണ്ടെത്തി. ഓക്കെ, അപ്പൊ അവൻ എഴുതുന്ന മരുന്ന് എഞ്ചിനീയറിംഗിനാണ് അവന് താല്പര്യമെങ്കിൽ എന്ത് ചെയ്യണം? എൻട്രൻസ് കോച്ചിങ് പഠിക്കണം, വേണ്ടേ? ഈ എൻട്രൻസ് കോച്ചിങ് ഓഫ്ലൈൻ ആയിട്ടും പഠിക്കാം, ഓൺലൈൻ ആയിട്ടും പഠിക്കാം. അതൊരു ഗുളികയാ അവന് കൊടുക്കുന്നത്. ഇനി രണ്ടാമത് പറയുമ്പോൾ ട്യൂഷൻ കറക്റ്റ് അല്ല, പോണില്ല. ട്യൂഷൻ നീ പോകണ്ടോ? നീ ഒരു കാര്യം ചെയ്യും, നീ ട്യൂഷൻ പുറത്തു പോകാൻ ഇഷ്ടമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഓൺലൈനിൽ ട്യൂഷൻ ഉണ്ട്, നീ വീട്ടിലിരുന്ന് നിന്റെ ആപ്പിൽ തന്നെ ഇരുന്ന് പഠിക്കും. അത് രണ്ടാമത്തെ ഗുളികയാ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഗുളിക എന്ന് പറഞ്ഞാൽ കേൾക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മെന്റർഷിപ്പ് കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ആ സ്റ്റുഡന്റ് നമ്മൾ അന്ന് വന്ന് അസസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കുട്ടി ജോയിന്റ് ആവില്ല, അതൊരു ഫയലാ. അപ്പൊ ആ കുട്ടിക്ക് ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ അവന് ജോയിൻ ചെയ്യാൻ സമയം വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഒരു ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞ് ഒരു വീക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടി ജോയിൻ ചെയ്യാം. അപ്പൊ ഒരു റീഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ അവിടെ കൊണ്ടുവരണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു റീഫോളോ അപ്പ് സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ലോങ് ടൈം, കാരണം ആ സ്റ്റുഡന്റിന് നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കൂട്ടുകാരും അവന്റെ ഫാമിലി മെമ്പേഴ്സിലുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ +2 കഴിഞ്ഞു. +2 കഴിയുമ്പോൾ പിന്നെ കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ ഗവൺമെന്റ് സർവീസിലൂടെ കൊടുക്കുന്ന എൻട്രൻസ് എക്സാമിന് വേണ്ട രജിസ്ട്രേഷൻ സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അത് മാമിനെ പഠിപ്പിക്കുന്നുണ്ട്, എൻട്രൻസ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് വരുമാനമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ മാം പറയാം, ഇനിയിപ്പോ അവന് ഗവൺമെന്റ് തലത്തിൽ സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അടുത്ത് കൊടുക്കുന്ന എന്താ? നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കാം. അപ്പൊ ഈ അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും ഏണിങ്സ് ഉണ്ട്. അപ്പൊ ഒരു സ്റ്റുഡന്റ് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മിനിമം ഒരു 25,000 എങ്കിലും ഇൻകം നമുക്ക് ഫ്യൂച്ചറിലേക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ കോളേജ് അഡ്മിഷൻ വരുമ്പോൾ ഏറ്റവും വലിയ ഇൻകം ആണ്, ഹൈ ഇൻകം ആണ് കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു മെന്റർഷിപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കാം, ഈ കുട്ടി വേറെ അടുത്തെങ്കിലും പോയില്ലേ? ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ മെന്റർഷിപ്പ് കൊടുക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികൾക്കും അവന് എന്ത് വേണം? ഇപ്പൊ നാളെ ഇനി എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, ഞാൻ ഈ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞില്ല, പിന്നെയുണ്ട്. ഈ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തു, IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും അവൻ പഠിക്കുന്നുണ്ടാവുക. പിന്നെ അവൻ നമ്മളെ കോൺടാക്ട് ചെയ്യും. എന്തിനാ? IT റിലേറ്റഡ് ഇനി സ്കിൽ കോഴ്സ് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട് ഡാറ്റ സയൻസോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അല്ലെങ്കിൽ AI പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിലും അപ്പോഴും ഈ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ പലപ്പോഴും ഈ കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഇവർ ആ സമയത്ത് പഠിക്കില്ല, അത് കഴിഞ്ഞാൽ ഇവർ ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ സ്കിൽ കോഴ്സുകളും കൂടി നമുക്ക് സെയിൽ ചെയ്യാം. അപ്പൊ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും നമുക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി വരുന്നത്. ഞാനിപ്പോ പറയുന്നത് നമ്മുടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഇനി നമുക്ക് ഇന്നത്തെ ഡേയിൽ കഴിയില്ല. നമുക്ക് ഒരു പക്ഷെ നാളത്തേക്ക് വെക്കാം, ഇതിന്റെ കണ്ടിന്യൂസ് സെക്ഷൻ നാളത്തേക്ക്